കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൻ കൃഷിനാശം. ഇന്നലെ വരെ 218 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്ക്. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചുപോയി. 86,000 കൃഷിക്കാരെ മഴക്കെടുതി ബാധിച്ചുവെന്നും കണക്ക്. 24 ബ്രേക്കിംഗ് വാർത്തയുമായി സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. പറയൂ സലീം. ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് മാത്രമുണ്ടായ മഴയിൽ വലിയ വ്യാപകമായ കൃഷിനാശം ഉണ്ടായി എന്നുള്ളതാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായ കണക്കെടുപ്പിന്റെ മാത്രം പശ്ചാത്തലത്തിലുള്ള വിലയിരുത്തൽ. മാത്രമല്ല 80,000-ത്തിലധികം കർഷകരെ നേരിട്ട് ഈ മഴയും കാറ്റും ബാധിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 24,000-ത്തിലധികം ഹെക്ടർ കൃഷിഭൂമിയാണ് കൃഷിനാശമാണ് സംസ്ഥാനത്താകെ ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല ഈ കണക്കുകൾ പ്രാഥമികമായ കണക്കെടുപ്പിന്റെ മാത്രം വിവരമാണ്. ഇതിനുശേഷം ഈ കൃഷിഭൂമികളിൽ കയറിയ വെള്ളം കുറഞ്ഞതിന് ശേഷമേ പൂർണ്ണ തോതിലുള്ള കണക്കെടുപ്പ് നടത്താൻ കഴിയൂ. അതിനുശേഷം ഈ കണക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് മുഴുവൻ മഴയും ശമിച്ചതിന് ശേഷം കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാത്രം, അതായത് കാലവർഷം തുടങ്ങിയത് വരെയുള്ള കണക്കിൽ നിലവിലുള്ള 218 കോടി ആ തുക പിന്നെയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കൃഷിവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഏറെക്കുറെ 280 കോടിയിലധികം രൂപയുടെ നാശം മൊത്തത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പൂർണ്ണമായും മഴ ശമിച്ചതിന് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ നേരിട്ടെത്തി പരിശോധന നടത്തിയ ശേഷമാകും ആ കണക്കെടുപ്പിൽ ഒരു പൂർത്തീകരണം ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കൂടുതൽ കൃഷിനാശത്തിനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കൃഷി ഓഫീസർമാരുടെ കണക്കെടുപ്പിന് ശേഷമാകും ഇവർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാനുള്ള തീരുമാനം ഉണ്ടാവുക. അപ്പോഴും കർഷകർക്ക് വലിയ ആശ്വാസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ ആശ്വാസം മാത്രമാവും അവർക്ക് ലഭിക്കുക. കാരണം ഈ നഷ്ടപ്പെട്ട തുക മുഴുവനായി ലഭിക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്.